ലിവിംഗ് ടുഗദർ എന്നൊരു പുതിയ പ്രതിഭാസം നമ്മുടെ നാട്ടിലും പടർന്നു പിടിക്കുകയാണ്. ഭാര്യയും ഭർത്താവുമല്ലാത്ത പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഒരേ വീട്ടിൽ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിക്കുക, അല്ലെങ്കിൽ വിവാഹിതനായ പുരുഷൻ അയാളുടെ വിവാഹബന്ധം നിയമപ്രകാരം വേർപെടുത്താതെ മറ്റൊരു സ്ത്രീയുമായി ഒരുമിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ വിവാഹിതയായ സ്ത്രീ അവരുടെ വിവാഹബന്ധം നിയമപ്രകാരം വേർപെടുത്താതെ മറ്റൊരു പുരുഷനുമോട് ഒത്ത് ജീവിക്കുക. ഈ അവസ്ഥയാണ് ലിവിംഗ് ടുഗദർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെയുള്ള ജീവിത രീതി മാറിവരുന്ന കാലഘട്ടത്തിന്റെയും പരിഷ്കാരത്തിന്റെയും ഒക്കെ ലക്ഷണമായി വാദിക്കുന്നവരുണ്ട്. ഇതിന് നിയമതടസ്സമില്ലെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. അത് ശരിയുമാണ്. വികസിത രാജ്യങ്ങളിൽ ലിവിംഗ് ടുഗദർ സമ്പ്രദായം സാധാരണമാണ്. അങ്ങനെ ജീവിച്ച് കുട്ടികൾ ജനിച്ച ശേഷം നിയമപരമായും ഔപചാരികമായും ഒക്കെ വിവാഹിതരാകുന്നതും സാധാരണമാണ്. ഇത്തരത്തിലുള്ള ജീവിത രീതി അവിടെ ആരും വിമർശിക്കാറില്ല. കാരണം അതെല്ലാം പുരോഗതി പ്രാപിച്ച രാജ്യങ്ങളാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. നമ്മുടെ രാജ്യം പുരോഗതി പ്രാപിക്കാൻ അഹോരാത്രം ശ്രമിക്കുന്ന രാജ്യമാണ്. നമ്മുടെ ജീവിത രീതിയും സംസ്കാരവും മറ്റൊരു വിധത്തിലുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ലിവിംഗ് ടുഗദർ എന്ന രീതി അതിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ ജീവിതം തകർക്കുവാനും സമൂഹത്തിൽ അസന്തുലിതാവസ്ഥയും അസന്തുഷ്ടിയും സൃഷ്ടിക്കുവാനും ഏറെ സാധ്യതയുള്ളതുമാണ്. പുരുഷനും സ്ത്രീക്കും ലിവിംഗ് ടുഗദറിൽ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നുവെന്നും പരസ്പര ഉത്തരവാദിത്വങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ എപ്പോൾ വേണമെങ്കിലും പിരിയുവാൻ സാധിക്കുമെന്നതാണ് ഇതിൽ ഏർപ്പെടുന്നവരുടെ പലരുടെയൊക്കെ വാദം. എന്നാൽ എപ്പോൾ വേണമെങ്കിലും വേർപിരിയാമെന്ന ന്യായം ജീവിതത്തെ ഗൗരവമായി കാണാൻ കഴിയാത്തവരുടെ മുടന്തൻ ന്യായമാണ്. പരസ്പരം കൃത്രിമ സ്നേഹം കാണിക്കുക, സ്വാതന്ത്ര്യമെന്ന പേരിൽ സമൂഹത്തിന് യോജിക്കാത്ത പ്രവർത്തികൾ ചെയ്യാനുള്ള പ്രവണതയിലേക്ക് വഴിതിരിഞ്ഞ് വീഴുക, കൂടാതെ കുടുംബ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടവും ഭയവും, കുടുംബവുമായി ജീവിച്ച സമൂഹത്തിന്റെ ഭാഗമാകാനുള്ള മടി, ലൈംഗിക സ്വാതന്ത്ര്യം ഇവയൊക്കെയാകാം ലിവിംഗ് ടുഗദറിനെന്ന് അതിനോടൊരു ആകർഷണം തോന്നിക്കുന്നത്. ഇവയെല്ലാം തന്നെ അനുഭവിച്ചറിയുമ്പോൾ ലിവിംഗ് ടുഗദർ സിദ്ധാന്തം പാഴ്ചിന്തകളോ ചിന്തകളോ അവിവേകങ്ങളോ ആയി മാറുന്നു. ഇന്ന് സമൂഹത്തിൽ കാണുന്ന അസ്വസ്ഥതകൾക്കും അസ്വാരസ്യങ്ങൾക്കുമുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ്. സാമ്പത്തിക ക്രമക്കേടുകൾ, പരസ്പരം വിട്ടുവീഴ്ചയില്ലായ്മ, വിവാഹമോചനങ്ങൾ, പടിവിട്ട ലൈംഗിക തിന്മകൾ തുടങ്ങിയവയെല്ലാം സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ അസ്വസ്ഥതകൾക്ക് ആക്കം കൂട്ടുവാൻ മാത്രമേ ലിവിംഗ് ടുഗദർ താല്പര്യങ്ങൾ സഹായിക്കുകയുള്ളൂ. ആത്മാർത്ഥമായ സ്നേഹമില്ലായ്മ, പരസ്പര ധാരണയില്ലായ്മ, വിട്ടുവീഴ്ചയില്ലായ്മ, അസൂയാബുദ്ധി, ആത്മവിശ്വാസമില്ലായ്മ, അമിതമായ ആത്മവിശ്വാസം, സാമ്പത്തിക ഞെരുക്കങ്ങൾ, തമ്മിൽ അംഗീകരിക്കാനുള്ള ഒരു വൈമനസ്യം, ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ പ്രശ്നങ്ങൾ. ഇതെല്ലാം വിവാഹ ബന്ധത്തിന്റെയൊക്കെ ശോഭ കെടുത്തുന്ന കാര്യങ്ങളാണ്. പലതിനും പരിഹാരങ്ങൾ അകലെയാണ്. ലിവിംഗ് ടുഗദർ ബന്ധങ്ങളിൽ സ്ത്രീകൾ മിക്കപ്പോഴും ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയമാകുകയും വഞ്ചിക്കപ്പെടുകയും അസംതൃപ്തി ചിലപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വരുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീകളുടെ വിജനമായ അവസ്ഥ ഇതെല്ലാം ഉണ്ടാക്കും. ഇങ്ങനെയുള്ള ബന്ധത്തിൽ കുട്ടികൾ ഉണ്ടായാൽ അവരുടെ അവസ്ഥ പരമദയനീയമാണ്. ലൈംഗിക സ്വാതന്ത്ര്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഇക്കൂട്ടർ കുഞ്ഞുണ്ടായാൽ അതിന്റെ പിതൃത്വത്തെ ചൊല്ലി കലഹിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. നിയമപരമായി വിവാഹിതരാകാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും പരിഹാരത്തിന് വേണ്ടി നീതിന്യായ സംവിധാനങ്ങളെ സമീപിക്കാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പുരുഷൻ വലിയ രീതിയിൽ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കേണ്ടി വരും. സ്ത്രീ ആണെങ്കിൽ ഒരുപാട് അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വരും. ലിവിംഗ് ടുഗദർ ആണെങ്കിൽ ഇങ്ങനെയുള്ള അരാജകത്വം അതൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് നമ്മൾ വളർന്നിട്ടുമില്ല. അപ്പോൾ എന്താണ് വേണ്ടത്? നിങ്ങളൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ ആപ്റ്റായോ എന്ന് ആദ്യം ചിന്തിക്കുക, തിരിച്ചറിയുക. അങ്ങനെയാണെങ്കിൽ മാത്രം പരസ്പരം ഒരു ജീവിതത്തിന് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ സിംഗിൾ ആയിരിക്കുക. ബി ഹാപ്പി.